വാളയാർ പെൺകുട്ടികളുടെ ദുരൂഹ മരണത്തിൽ മാതാപിതാക്കളെയും പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് ബന്ധുക്കൾ. കുട്ടികളുടെ മാതാവിന്റെ സഹോദരി കനകമണി, അമ്മായി പങ്കജം, ചെറിയച്ഛൻ കൃഷ്ണൻ എന്നിവരാണ് വാർത്താസമ്മേളനത്തിൽ ഈ ആവശ്യമുന്നയിച്ചത്. പെൺകുട്ടികളുടെ ദുരൂഹ മരണത്തിന് യഥാർത്ഥ ഉത്തരവാദികളെ അന്വേഷണ സംഘം കണ്ടെത്തണം. കുട്ടികളുടെ അമ്മയുടെയും ഭർത്താവ് ഷാജിയുടെയും സുഹൃത്ത് ഷിബുവിന്റെയും പങ്കെന്തെന്ന് വ്യക്തമാവേണ്ടതുണ്ട്. തങ്ങൾ പരാതി ഉന്നയിച്ചിട്ടും അന്വേഷണ സംഘം അത് മുഖവിലക്കെടുക്കാൻ തയ്യാറായിട്ടില്ല. മൂത്ത പെൺകുട്ടിയുടെ മരണത്തിന് രണ്ടാമത്തെ പെൺകുട്ടി ദൃക്സാക്ഷിയാണ്. ഇത് തങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നതായും ഇവർ പറഞ്ഞു. ഇതിനുശേഷമാണ് രണ്ടാമത്തെ പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത്. അമ്മയെ വരുതിയിൽ നിർത്തി സഹോദര സ്ഥാനത്തും മക്കളുടെ സ്ഥാനത്തുമുള്ളവരെ പ്രതികളാക്കി തീർത്തവരെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഒരു കൊല ചെയ്തു പറയുന്നു. ഒരു അമ്മാമ്മ കുട്ടികളുടെ മാമനാണ് വലിയ മധു പറയുന്നത്. ആ കുട്ടിൻ്റെ അടുത്താണ് ഈ കുട്ടികളെ ഏൽപ്പിച്ചിട്ട് പോണത്. ഇവളുടെ ചെറിയ മകനും ഈ കുട്ടി സ്കൂളിൽ പോയിട്ട് 3-4 പ്രാവശ്യം സുഖമില്ലാണ്ടായിട്ട് ഇവരിൻ്റെ അടുത്ത് അവളുടെ ഫോണ് വിളിച്ച് പറഞ്ഞാൽ അവൾ ഇവരിനെ വിളിച്ച് പറഞ്ഞ് ഇവളുടെ മകനും അവനുമാണ് പോയി എടുത്തിട്ട് വന്ന് വീട്ടിൽ ഞങ്ങളുടെ അമ്മായി നിറയെ വയസ്സായവരൊക്കെ ഉണ്ട്. അവരുടെ അവിടെ കൊണ്ട് വെച്ച് ഇവർ വരുന്നവരെ നോക്കണത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവർ അപ്പുറത്ത് പോകുന്നവരെ കുട്ടികൾക്ക് ഇതുപോലെയുള്ള സംഭവങ്ങൾ സംഭവിക്കാമല്ലോ. ഇവിടുന്ന് പോയതിൻ്റെ ശേഷമില്ല കുട്ടികൾക്ക് ഇതൊക്കെ സംഭവിച്ചത്. ഇവിടെ ഇരിക്കുമ്പോൾ പറഞ്ഞല്ലോ, നീ ഇങ്ങനെയുള്ള ആൾക്കാരിനെ ഒന്നും കൊണ്ടുവരണ്ട, മദ്യപിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു? ആരിനെ കൊണ്ടുവന്ന് ഇതാണ് പറഞ്ഞത്. അപ്പുറത്തുള്ള ആൾക്കാരുടെ പരാതി നേരം വെളുത്താൽ നമുക്ക് വരും. ഇതങ്ങനെയൊക്കെയാണ്, നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയും പറഞ്ഞു. ഞങ്ങൾക്ക് ഉറക്കത്തോരുമില്ല. ചെറിയ കുട്ടി പോയപ്പോഴേ ഞങ്ങൾ ചോദിച്ചു. ചെറിയ കുട്ടി പറഞ്ഞു, ഞങ്ങൾ 2 ആളിനെ കണ്ടു ഞാനേന്ന്. അപ്പോൾ അതെന്താണ് നമുക്ക് അന്വേഷിക്കണം, ഇങ്ങനെ വിട്ടാൽ പറ്റില്ല പറഞ്ഞപ്പോൾ ശരിയമ്മായി നമുക്കത് നോക്കാൻ പറഞ്ഞു. പിന്നെ അതോടെ വിട്ടു പോയി. ഇതൊക്കെ കഴിയട്ടെ പറഞ്ഞാകുമ്പോഴേക്ക് ആ ചെറിയ കുട്ടി മരിച്ചില്ലേ. ആ ചെറിയ കുട്ടി പോയപ്പോൾ നേരെ ചേച്ചിൻ്റെ മകനെയും ചെറിയച്ഛൻ്റെ മകനെയും പറഞ്ഞു കൊടുത്തു. അവരുടെ പേര് പറഞ്ഞു. അപ്പം അതിൻ്റെ മുന്നേ ഞങ്ങൾ ചോദിക്കുമ്പോൾ ആരാണെന്ന് അറിയില്ല എന്നല്ലേ പറഞ്ഞേ. വാളയാർ കേസ് അന്വേഷണം എങ്ങും എത്താത്തതിന് പിന്നിലും ഇവരുടെ പങ്ക് വ്യക്തമാണ്. കുട്ടികളുടെ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് അവകാശപ്പെടുന്ന സംഘടനകളുടെ പ്രവർത്തനത്തിൽ തങ്ങൾ അതൃപ്തരാണെന്നും ഇവർ വ്യക്തമാക്കി. വാർത്താസമ്മേളനത്തിൽ ദളിത് ഗോത്ര ദേശീയ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് AN കരിങ്കരപ്പുള്ളി, പൊതുപ്രവർത്തകൻ റെയ്മണ്ട് ആന്റണി എന്നിവരും പങ്കെടുത്തു. ഇവർ പറയുന്ന ഒരൊറ്റ കാര്യം, 2 പേർ വന്നിരുന്നു, കുട്ടി പറയുകയുണ്ടായി, അവർ മുഖംമൂടി ഇട്ടിട്ടാണ് വന്നിരുന്നത് എന്ന് മാത്രമല്ലാതെ ആരാണെന്നോ എന്താണെന്നോ ഇവർക്ക് അറിയാവുന്ന ആൾക്കാരാണോ ഒന്നും പറഞ്ഞില്ല. അവർക്ക് തിരിച്ചു പോവുകയും ചെയ്തു. വീണ്ടും ഞാൻ പറഞ്ഞു അവരോട്, ഇനി ഞങ്ങൾ കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട് എന്ന്. പരിസരവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പരിസരത്തിന് ഇവരെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ലഭിച്ചത്. ആ മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞാൽ, ഈ സ്ത്രീക്ക് ഒരു ഭർത്താവ് എന്ന് പറയാനായിട്ട് ആരുമില്ല എന്നുള്ള അവസ്ഥയിലാണ്. കാരണം മറ്റു കാര്യങ്ങൾ പറയുന്നതായിരിക്കും. അപ്പൊ ഇവര് വ്യക്തമായിട്ടുള്ള മറുപടി പറയാതെ വീണ്ടും ഞങ്ങളിലേക്ക് ശ്രമിക്കുമ്പോഴേക്കും മറ്റു ചില സാമൂഹിക പ്രവർത്തനം എന്ന് പറയപ്പെടുന്ന കുറച്ച് വ്യക്തികൾ ഇവരുടെ വലയത്തിൽ കുടുങ്ങി. ആ വലയത്തിൽ ഇവർ പെട്ട് അവരുടെ താല്പര്യങ്ങൾക്കും ഇംഗിതത്തിനും വഴയും കൊണ്ടാണ് ശേഷം ഇവർ 2 പേരും അതിന് വിധേയമായി നിന്നിട്ടുള്ളത്. അങ്ങനെയാണ് ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. UTV ന്യൂസ്, പാലക്കാട്.